നമസ്കാരം. നടൻ ഗണേഷ് കുമാർ തന്നെ വിശ്വസിക്കാൻ കൊള്ളാത്തവൻ എന്ന് വിളിച്ചതിൽ തനിക്ക് യാതൊരു വിഷമവുമില്ലെന്ന് നടൻ ജഗദീഷ് പറഞ്ഞു. ഗണേഷ് കുമാറിന്റെ ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനോ തിരുത്താനോ താനില്ലെന്നും ജഗദീഷ് കൂട്ടിച്ചേർത്തു. സുരേഷ് ഗോപിയുമായും ഗണേഷ് കുമാറുമായും തനിക്കുണ്ടായിരുന്ന സൗഹൃദത്തെയും അവർ തനിക്കെതിരെ നടത്തിയ വിമർശനങ്ങളെയും കുറിച്ചുള്ള ചോദ്യങ്ങളോട് നൽകിയ അഭിമുഖത്തിലാണ് ജഗദീഷ് ഇങ്ങനെ പ്രതികരിച്ചത്. തന്റെ പുതിയ ചിത്രമായ സുഖമാണോ സുഖമാണ് എന്ന സിനിമയുടെ പ്രചരണ പരിപാടികളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗണേഷ് കുമാറും സുരേഷ് ഗോപിയും തമ്മിൽ അടുത്ത കാലത്തുണ്ടായ വാക്പോരുകൾ തന്നെ വിഷമിപ്പിക്കാറില്ലെന്നും ജഗദീഷ് പറഞ്ഞു. തന്നെക്കുറിച്ച് ഗണേഷ് കുമാർ മുമ്പ് നടത്തിയ ചില പരാമർശങ്ങൾ അദ്ദേഹം ഓർത്തെടുക്കുകയും ചെയ്തു. ജഗദീഷ് കള്ളനാണ്. തരം പോലെ അഭിപ്രായങ്ങൾ മാറ്റി പറയുന്ന ആളാണ്. കാര്യം കാണാൻ എന്ത് വിഡ്ഢിത്തവും പറയും, എന്ത് കൊള്ളരുതായ്മയും ചെയ്യും. ജഗദീഷിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നെല്ലാമാണ് ഗണേഷ് കുമാർ തനിക്കെതിരെ പറഞ്ഞിട്ടുള്ളതെന്നും എന്നാൽ അതിൽ തനിക്ക് യാതൊരു വിഷമവുമില്ലെന്നും ജഗദീഷ് കൂട്ടിച്ചേർത്തു. ഗണേഷ് കുമാർ തനിക്കൊപ്പം ഉണ്ടായിരുന്ന സമയത്തും ഇത് പറഞ്ഞിരുന്നതായും എന്നിട്ടും എന്നെക്കുറിച്ച് ഗണേഷ് അങ്ങനെ പറഞ്ഞല്ലോ എന്ന് തനിക്ക് തോന്നിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. സുരേഷ് ഗോപിയും തന്നെക്കുറിച്ച് നല്ലതും ഇഷ്ടപ്പെടാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ജഗദീഷ് സൂചിപ്പിച്ചു. അണ്ണ, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. ആ നിലപാട് എനിക്ക് യോജിപ്പില്ല. അമ്മയുടെ പല നിലപാടുകളും എനിക്ക് എതിരായിരുന്നു. അതിൽ നിങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന് സുരേഷ് ഗോപി തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ അതിൽ തനിക്ക് വിഷമം തോന്നിയിട്ടില്ലെന്നും ജഗദീഷ് പറഞ്ഞു. രാഷ്ട്രീയപരമായ സമ്മർദ്ദങ്ങളിൽ സഹപ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങളെ അമിത ഗൗരവത്തോടെ കാണേണ്ടതില്ലെന്ന നിലപാടാണ് ജഗദീഷ് ഇവിടെ പങ്കുവച്ചത്. അതേസമയം സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ കുടുക്കിയതാണെന്ന് ആർ ബാലകൃഷ്ണപിള്ളയുടെ മകളും മന്ത്രി ഗണേഷ് കുമാറിന്റെ സഹോദരിയുമായ ഉഷ മോഹൻദാസ് കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാറിനെതിരെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അവരുടെ കുടുംബത്തിനുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദമുണ്ടെന്നും ഉഷ പറഞ്ഞു. ഉമ്മൻചാണ്ടിയെ കുടുക്കാൻ ഗണേഷ് കുമാർ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം വീണ്ടും ഉയരുന്ന പശ്ചാത്തലത്തിലാണ് സഹോദരി ഉഷ മോഹൻദാസ് ഇങ്ങനെ പറഞ്ഞത്. ഉമ്മൻചാണ്ടി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ആദ്യ ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതിയിൽ ഗണേഷിന് അന്ന് ജയിലിൽ പോകേണ്ടി വരുമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ ഇപ്പോൾ മന്ത്രിപദത്തിലെത്താനോ കഴിയുമായിരുന്നില്ല. മന്ത്രിസ്ഥാനം തിരികെ നൽകാത്തത് ഗണേഷിന് ഉമ്മൻചാണ്ടിയോടുള്ള പകയ്ക്ക് ഇടയാക്കി. സോളാർ കേസിൽ ആരോപണങ്ങൾ അടങ്ങിയ കത്ത് ബാലകൃഷ്ണപിള്ളയ്ക്ക് ലഭിച്ചിരുന്നു. അത് താൻ കണ്ടതാണ്. കത്തിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പരാമർശമൊന്നും ഉണ്ടായിരുന്നില്ല. ആ പേര് പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. സോളാർ കേസുമായും കത്തുമായും ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന് ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നും ഉഷ മോഹൻദാസ് പറഞ്ഞു.